ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നയാണേ, മാജിക്കാണേ. അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. മാജിക്ക്, നീ എന്നെ ശ്രദ്ധിച്ചായിരുന്നോ? ഹലോ ചേട്ടാ, ചേട്ടാ, ഹലോ, ആട്ടുപുറം ചേട്ടാ, എന്തോന്ന് അടി കാട്ടി വെച്ചേക്കുന്നത്? എന്താ ഇപ്പം നല്ലല്ലേ? ഫാഷനാ ഫാഷൻ. ഓരോ ഫാഷൻ എന്ന് പറഞ്ഞോണ്ട് നിന്നോടെ ഫാഷൻ എന്താ, സ്റ്റൈൽ എന്താണെന്ന് എട്ടും പൊട്ടും അറിയാതെ നിന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചാൽ എന്നെ വേണം പറയാം. എന്നെ മാത്രം പറഞ്ഞാൽ മതി, വേറെ ആരും പറയണ്ട. ഞാൻ നോക്കി കണ്ണാടിയിലൊക്കെ, അത്ര അലമ്പൊന്നുമല്ല, തരക്കേടില്ല. ചിലപ്പോ അത്ര നല്ലതൊന്നും ആയിരിക്കില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, തൽക്കാലത്തേക്കൊക്കെ. എന്നിട്ട് ഉള്ള മുടി ഇട്ട് ഇങ്ങനെ പൊക്കാൻ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ചെറുന്നായിരിക്കും, ഞാൻ മുടിയൊന്നും പറ്റിയിട്ടില്ല. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചൊരു സാധനം, എത്ര ഉള്ളത്. മുടിയൊന്നും പറ്റിയിട്ടില്ല, മുടിയുടെ അവിടെ തന്നെയുണ്ട്. ഇതൊക്കെ മിസ് കിട്ടില്ലേ? അടിപൊളിയല്ലേ? പറഞ്ഞാ കൂടി പോവും. എന്നാ നീ പറയണ്ട. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയാലോ? നിങ്ങളുടെ സ്കൂളിലും കോളേജിലുമൊക്കെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കി നടക്കുന്നത് ഒരു മാച്ചിങ് ജ്വല്ലറി ആയിരിക്കും. എന്നാൽ അധികം കാശ് ചിലവില്ലാതെ നല്ല അടിപൊളി ഒരു ജ്വല്ലറി ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, അതിന് നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ പിസ്ത ഷെല്ലാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും പറഞ്ഞാൽ പിസ്ത ഷെല്ലാണ്. പിന്നെ കുറച്ച് കുന്തൻ സ്റ്റോണും സാധാരണ ബീഡും. അത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വൈറ്റ് ബീഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് കളർ കൊടുക്കാൻ ഞാൻ നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫാബ്രിക് കളേഴ്സോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു വയർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് വയറാണ്. ഇതിലാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ നൂലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇതെടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നൂല്, ഈ മാല അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൂലാണ്. ഇതും വേണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് കൊളുത്ത് പിടിപ്പിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ പിസ്ത നമ്മൾ സ്റ്റിക്ക് ചെയ്ത് ആ ഒരു ജ്വല്ലറിയുടെ ലുക്ക് ആക്കി എടുക്കുന്നത് നമ്മളിങ്ങനെ കട്ടിയുള്ളൊരു പേപ്പറിനകത്താണ്. അപ്പോൾ അങ്ങനെ ഒരു പേപ്പറും കൂടെ വേണം നമുക്ക്. അപ്പോൾ അത് ചെറിയൊരു കഷ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പിസ്ത ഷെല്ല് നമ്മൾ അതിലേക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. കുറച്ച് സമയം അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അതൊന്ന് നന്നായിട്ട് സ്റ്റിക്കായി കഴിയുമ്പോൾ നമുക്ക് ഏത് പെയിൻ്റാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നെയിൽ പോളിഷോ എന്താണെങ്കിലും അത് നമുക്ക് ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളർ അടിച്ചെടുക്കാം. ഇപ്പോൾ നെയിൽ പോളിഷ് ആകുമ്പോൾ ഒരു ഗ്ലോസി ലുക്ക് ഇറ്റ്സെൽഫ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നെയിൽ പോളിഷ് തന്നെ എടുത്തിരിക്കുന്നത്. ഇനി അതിന് ചുറ്റും അതൊന്ന് ഉണങ്ങാൻ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം അതിന് ചുറ്റും വീണ്ടും ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുന്തൻ സ്റ്റോൺ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാധാ വൈറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അത് ഇതിന് ചുറ്റും ഷേപ്പും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡ്രോപ്പ് ഷേപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് മേടിക്കാം. അത് ഇതിന് ചുറ്റും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമുക്കത് മാറ്റി വയ്ക്കാം. അതൊന്ന് നന്നായിട്ട് ഉണങ്ങുന്ന സമയത്ത് നമുക്കത് പിടിപ്പിക്കാനുള്ള, അതായത് നമ്മളെ മാലയായിട്ട് സെറ്റ് ചെയ്യാനുള്ള സംഭവത്തിന് ഈ ഒരു ഗിയർ വയർ, ഇത് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ സാധാരണ നൂലാണെങ്കിലും മതി കേട്ടോ. അതെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബീഡ്സ് ജസ്റ്റ് കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് ഞാൻ രണ്ടറ്റത്തും കൊളുത്തല്ല പിടിപ്പിക്കുന്നത്, ജസ്റ്റ് ഒരു ലൂപ്പായിട്ട് ഇത് കെട്ടിയെടുക്കുകയാണ്. ഈ ഗിയർ വയർ തന്നെ ലൂപ്പ് ലെവൽ എടുത്തിട്ട് ലൂപ്പായിട്ട് തന്നെ അതൊരു കെട്ടി അത് കൊളുത്ത് പോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ മുത്ത് കോർത്തെടുക്കാൻ. കാരണം നടുക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലോക്കറ്റ് മോഡലുള്ള, അതായത് ഈ പിസ്തയുടെ സംഭവം നമ്മളത് ആ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തൊന്ന് നീറ്റാക്കുകയാണ്. ആ എക്സസ് വരുന്ന പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണത്. എന്നിട്ട് നമ്മൾ ആ ഗിയർ വയറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സ്പേസിൽ നമ്മളിത് ഒട്ടിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു സാധാ പേപ്പർ കൂടി എടുത്തിട്ടുണ്ട്. ആ പേപ്പർ നമ്മൾ ഉണ്ടാക്കിയ ലോക്കറ്റിൻ്റെ അതേ ഷേപ്പിൽ കുറച്ചും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഈ ലോക്കറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് രണ്ടും
ഈ ഗിയർ വയറിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മളിത് ഒട്ടിച്ചെടുക്കും. കുറച്ചൊന്ന് ഉണങ്ങാൻ വെക്കണം അത് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. അതേ രീതിയിൽ അതിന് ലോക്കറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇയറിങ്സും സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റഡായിട്ടാണ് എടുക്കുന്നത്. നമുക്കിതിലേക്ക് എന്തെങ്കിലും ഹാങ്ങിങ്സ് വേണമെങ്കിൽ അതും ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ സ്റ്റഡിൻ്റെ മോൾഡ് നമുക്കിതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഷോപ്പിൽ നിന്നും നമുക്ക് കിട്ടും. അത് മേടിച്ചിട്ട് നമുക്കിതിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അത് നേരത്തെ നമ്മൾ ലോക്കറ്റ് എങ്ങനെയാണോ സ്റ്റിക്ക് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പേപ്പർ ഇതിൻ്റെ അതേ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ കട്ട് ചെയ്തെടുത്തിട്ട് ഈ മോൾഡ് നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഈ ഒരു പേപ്പർ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നല്ല നീറ്റായിട്ടത് ഫിനിഷ് ചെയ്യാൻ പറ്റി നമുക്ക്. അപ്പോൾ ഇനി ഓണം സെലിബ്രേഷന് നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള പിസ്ത ജ്വല്ലറി ഉണ്ടാക്കി ഇട്ടുകൊണ്ട് പോവാം. അധികം കാശ് ചിലവില്ല, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.